പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് ഓരോ നാളും ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. നമുക്ക് ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന പദം വളരെ പരിചിതമാണ്. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നവരാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും അതിന്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഈ വാക്ക് വീണ്ടും ജനനം എന്ന് പറയുന്നത് ചില പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം ഒരു വാക്കായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഡയലോഗല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരുവനിൽ ഉണ്ടാകുന്ന തിരിച്ചറിവിനെ കുറിച്ചാണ് വീണ്ടും ജനനം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉൽപാദിതമായി ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് ജനിക്കുന്നത്. അപ്പം ജനനം എന്ന് പറയുന്നത് അന്തരംഗത്തിൽ ഉളവായതൊന്ന്, സൃഷ്ടിക്കപ്പെട്ട ഒന്ന്, അത് വെളിപ്പെടുന്നതിനാണ് ജനനം എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നാം പ്രാപിക്കുന്ന സത്യം, ദൈവവചനമാകുന്ന സത്യം, ആ സത്യത്തിന്റെ തിരിച്ചറിവും ആ സത്യത്തിന്റെ കാഴ്ചപ്പാടുമാണ് ശരിക്കും നമ്മളിൽ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പരീശനും യഹൂദന്മാരുടെ പ്രമാണിയുമായ നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരുവൻ യേശുവിനടുക്കൽ വന്ന് ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, അങ്ങയുടെ കൂടെ ദൈവമില്ലെങ്കിൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങക്ക് ഒരിക്കലും ഈ ചെയ്യുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല, അത് ഇമ്പോസിബിൾ ആണെന്നാണ് അവൻ നിക്കോദീമോസ് പറയുന്നത്. നിക്കോദീമോസിനോട് കർത്താവിന്റെ മറുപടി ഇതായിരുന്നു, ആ ഒരു പ്രതികരണത്തിന്റെ കർത്താവിന്റെ മറുപടി ഇതായിരുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. ഉടൻ തന്നെ നിക്കോദീമോസിന്റെ അടുത്ത ചോദ്യം ഇതാണ്, അത് സാധ്യമാണോ? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്. അടുത്ത മറുപടി, കർത്താവിന്റെ മറുപടി ഇതാണ്, ഒരുവൻ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. അപ്പൊ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കും. അവിടെ യേശുവിന്റെ മറുപടി ജഡപ്രകാരമുള്ള വീണ്ടും ജനനം എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്, ആത്മാവിലും വെള്ളത്താലും ജനിക്കുക എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് എന്നാണ് കർത്താവ് വീണ്ടും പറയുന്നത്. അവിടെ പിന്നെ തുടർന്നുള്ള സംഭാഷണം നമുക്ക് മുഴുവൻ വായിക്കാനായിട്ട് സാധിക്കും. അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം, കർത്താവ് തുടർന്ന് പറയുന്ന ഒരു കാര്യം, ആ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്, ആത്മാവിൽ ജനിച്ചത് ആത്മാവ്, ജഡപ്രകാരം ജനിച്ചത് ജഡമാവും. നമുക്ക് ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്ന് പറയുമ്പം നമുക്കറിയാം, വെള്ളത്തെ നമുക്ക് കാണാം, തൊടാം, അനുഭവിക്കാം. പക്ഷെ ആത്മാവിനെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക, അതായത് ഇവിടെ പുറമേ ഉള്ള ഒരു മാറ്റമല്ല ഇവിടെ അനിവാര്യം. പുറമേയും അകമേയും ഉണ്ടാകുന്ന ഒരു മാറ്റം, അകത്തുണ്ടാകുന്ന രൂപാന്തരവും പുറത്തുണ്ടാകുന്ന രൂപാന്തരവും, ഇത് രണ്ടും ഒരുപോലെ പ്രസക്തമാണ് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അനേകര് ഈ വീണ്ടും ജനനം അല്ലെങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്ന് പറയുന്നത് ഏതോ ചില ചടങ്ങുകളുമായിട്ട് കണക്റ്റഡ് ആയി ചിന്തിച്ചിട്ട് അതുകൊണ്ടെല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ട്. കൂടുതലും സ്നാനത്തെക്കുറിച്ചാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. സ്നാനപ്പെടുക, ഇവിടെ ഒരു സ്നാനപ്പെടുക എന്ന് പറയുന്നത്, നമുക്ക് ഈ കുദാശകൾ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ നാം അകമേ അനുഭവിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളമാണ് കുദാശ. അപ്പം ഒരുവന്റെ അകത്ത് അനുഭവിക്കുന്ന ദൈവകൃപ, അപ്പൊ പരമപ്രാധാന്യമായി നാം നേടേണ്ടത് അകത്ത് കൃപ അനുഭവിക്കണം. അകത്ത് ദൈവകൃപ അനുഭവിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും പുറമേ അതിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അതിന്റെ യഥാർത്ഥ ഫലം ഉണ്ടാകും. അതിന് യഥാർത്ഥമായ ഫലം ഉണ്ടാകണമെങ്കിൽ അകമേ ദൈവകൃപ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അകമേ നാം അനുഭവിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളമാണ്
നാം ഈ കാലങ്ങളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ പ്രാധാന്യം എന്തിനാണ്? അകമേ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കാണ് പ്രാധാന്യം. അപ്പൊ ശരിക്കും യഥാർത്ഥമായി നടക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കേണ്ടത്, യഥാർത്ഥ രൂപാന്തരം ഉണ്ടാകേണ്ടത്, യഥാർത്ഥ വീണ്ടും ജനനത്തിന്റെ മാറ്റം പ്രകടമാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാകാതെ പുറമേ നമ്മൾ എന്തെല്ലാം ചെയ്തു വെച്ചാലും അത് ശരിയായ നിലയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിഷ്ഫലമാണ്, അതിനൊന്നിനും പ്രയോജനമില്ല എന്ന് വേണം മനസ്സിലാക്കുക. അപ്പൊ ആത്മാവിനാൽ ജനിച്ച ഒരുവൻ വെള്ളത്താൽ ജനിക്കും. അതായത് അകമേ രൂപാന്തരം പ്രാപിച്ചൊരു വ്യക്തി പുറമേയും പറയണം ഞാൻ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് അകമേ ഉണ്ടാകുന്ന ദൈവകൃപയുടെ പുറമേ ഉണ്ടാകുന്ന അടയാളങ്ങളായിട്ട് ഇത് മാറണം. അതാണ് ഇതിന്റെ അർത്ഥം. അതായത് നമുക്ക് പുതിയ നിയമത്തിന്റെ മുഴുവൻ അടിസ്ഥാനം നമ്മൾ വായിക്കും. പുതിയ നിയമമൊന്നല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കും തന്നെ വിശ്വാസത്തോട് ബേസ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഉൽപ്പത്തിയിൽ ആദാമിന്റെ ചരിത്രത്തോട് ചേർന്നാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും അബ്രഹാമിലാണ് ആ മനുഷ്യന്റെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന്റെ ചരിത്രം ആരംഭിക്കുന്ന അബ്രഹാമിൽ നിന്ന്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിന്റെ മകനായി ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അബ്രഹാമിലാണ് അത് ആരംഭിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പടി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വസിച്ചു, ദൈവം അത് അവനിൽ നീതിയായിട്ട് കണ്ടു. നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികമായിട്ട് പ്രാപിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നവരാകുക എന്നുള്ളത്. വിശ്വസിക്കുന്നവരാകും. അവിടെ വിശ്വാസത്താലാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് വിശ്വസിക്കാൻ. യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. നീ വിശ്വസിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതുപോലത്തെ വിശ്വാസം ഞാൻ ഇസ്രായേൽ മക്കളിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം. അപ്പൊ അവിടെ വിശ്വാസത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശു പഠിപ്പിച്ചത്. ഇവിടെ നമ്മൾ അകമേ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പ്രകടനമാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ജനനത്തിന്റെ യഥാർത്ഥ സത്ത എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അകത്ത് ജനനം സംഭവിക്കേണ്ടത് അകത്താണ്, നമ്മുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട തിരിച്ചറിവിനെയാണ് ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പദത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞത് വികലമാക്കി. ശരിക്കും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുക, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ, ചരിത്രകാരന്മാർ ക്രിസ്തുവിനെ ചരിത്രത്തിൽ കണ്ടെത്തുമ്പോൾ, മതഭക്തന്മാർ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനെ മതത്തിൽ കണ്ടെത്തുമ്പോൾ, ദൈവമക്കൾ ക്രിസ്തുവിനെ അവരിൽ കണ്ടെത്തുന്നു. അതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അതായത് എന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം, എന്റെ ഉള്ളിലുണ്ട് ക്രിസ്തു, എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന തിരിച്ചറിവ്, ആ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അത് കണ്ടെത്താത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും രക്ഷിക്കപ്പെട്ടു എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ he need to understand, he need to find out Christ who is in them. അപ്പൊ ക്രിസ്തു അവരിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം. അപ്പം ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 3 പറയുന്നത് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, കാണാൻ സാധ്യമല്ല. 5-ാം വാക്യം പറയുന്നത് വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയും. അപ്പൊ അങ്ങനെ ആ വീണ്ടും ജനനത്തെ കുറിച്ച്, ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്നതിനെ കുറിച്ച് കർത്താവ് ഈ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ആത്മാവിനാൽ വെള്ളത്താലും ജനിക്കുക. അപ്പോൾ ആത്മാവിനാൽ വെള്ളത്താൽ ജനിക്കുക. ഇതിന്റെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പറയുന്നത് അവൻ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പൊ അവിടെ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, വചനത്താലുള്ള ഒരു ജലസ്നാനം. വചനത്തെയാണ് ജഡത്തോട് കണക്ട് ചെയ്ത് അവിടെ പറയുന്നത്, ജലം വചനമായിട്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകും. അപ്പൊ അവിടെ പറയുന്നത് ജലത്തെ വചനത്തോട് ചേർത്ത് എഫേസ്യ ലേഖനം 5 പറയുമ്പോൾ ഇവിടെ ആത്മാവിനെ വചനത്തോട് ചേർത്ത് പറയും. ഞാൻ സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനും. ഇവിടെ നമ്മളെ രണ്ടിടത്തും ആത്മാവും വെള്ളവും ഇത് രണ്ടിനെയും നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വചനത്തോട് ചേർന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അടിസ്ഥാനം എന്ന് പറയുന്ന ദൈവവചനം. നമ്മൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കൈയടിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നത് പുറമെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അകത്ത് നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിട്ട് വേണം ആരാധിക്കാനായിട്ട്. ആരാധനയിൽ നിന്നല്ല കൂട്ടായ്മ വരുന്നത്, കൂട്ടായ്മയിൽ നിന്ന് വേണം ആരാധന വരാനായിട്ട്. പ്രാർത്ഥിച്ച് നമ്മൾ ദൈവമക്കളാകുകയല്ല, ദൈവമക്കളായതുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പരിവർത്തനത്തിന് നാം അർഹിക്കുന്ന പ്രാധാന്യം പലപ്പോഴും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പലരുടെ മുമ്പിൽ ഈ ഒരു ജീവിത വ്യവസ്ഥ പരിഹാസ്യമായി തീരുന്ന ചില സാഹചര്യങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാനല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകണം, ക്രിസ്തു എന്റെ അകത്തിരിക്കും. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു എന്റെ ഉള്ളിലിരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ഈ ബോധ്യം നമുക്കുണ്ടാകും. ഈ ബോധ്യമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അർത്ഥശൂന്യമാക്കി കളയുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ ഓരോ സെക്കൻഡിലും ആ ബോധ്യത്തിൽ വേണം നമ്മൾ വളരാനായിട്ട്. ഇവിടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, അത് തിരിച്ചറിയണം. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിനെല്ലാം അടിസ്ഥാന ഘടകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഭയമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നൽകും. ലോകത്തിന്റെ അവസാനത്തോളം കൂടിയിരിക്കാമെന്ന് കൂട്ടായ്മയുടെ വാക്തത്വം തന്ന കർത്താവ് വാക്ക് മാറാത്തവനായിട്ട് കൂടുള്ളപ്പോൾ നാം എന്തിനാ ഭയപ്പെടുന്നത്? ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യം, ഒന്നിനെ കുറിച്ച്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ഓരോ സംഭവങ്ങളിൽ, ഓരോ വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. എന്ത്? ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. എന്റെ അകത്ത് ക്രിസ്തു ഇരിക്കുക. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന ബോധ്യം എന്റെ അകത്ത് വരിക. കാരണം എന്റെ കൂടെ കർത്താവുണ്ട്, എന്നെ കൈവിടാതെ, എന്നെ ഉപേക്ഷിക്കാത്തവൻ. ആമേൻ. എന്നെ ഒരു നാളും ലജ്ജ കേൾപ്പിച്ചു കൊടുക്കാത്തവനായിട്ട് എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചിലർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ചില സാഹചര്യങ്ങളുടെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അത് പ്രിയപ്പെട്ട അതൊരു എന്താ പറയുക, രണ്ടും കൽപ്പിച്ചുള്ള ഒരു സ്റ്റെപ്പാണ്. അവർക്ക് അറിയത്തില്ല ഇത് എങ്ങനെ അവസാനിക്കും. തോറ്റാലും ജയിച്ചാലും വരുന്നിടത്ത് വെച്ച് കാണാം. തോൽക്കുകയാണ് ഇങ്ങനെ, ജയിക്കുകയാണെങ്കിൽ ഇങ്ങനെ. ആ ഒരു മനോഭാവത്തോടെയാണ് ആ ഒരു വാക്ക് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവര് പോലും എന്ത് കോൺഫിഡൻസോടെ നിൽക്കുന്നു, ജയിച്ചാലും തോറ്റാലും കാണാം എന്നൊരു മനോഭാവത്തോട്. എന്നാൽ യേശു നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ജയിക്കുമെന്ന ഉറപ്പ് നമുക്ക് തന്നിരിക്കേ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? യേശു എന്റെ കൂടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വലിയ ഭാരത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള വലിയ വെല്ലുവിളിയുടെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ആ വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ തലകുനിച്ച് ഭാരപ്പെട്ട് നിൽക്കാനല്ല നിങ്ങളുടെ വിളി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെയോ ദൈവത്തിന്റെ ശക്തിയോ തിരിച്ചറിയാത്തവർ പോലും ജീവിതത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കും. ദൈവം കൂടെ ഉണ്ടെന്നും അവൻ കൈവിടത്തിലെന്നും ക്രിസ്തുവിൽ ക്രൂശിൽ വെളിപ്പെടുത്തിയത് എന്നോടുള്ള ആഴമേറിയ സ്നേഹമാണെന്ന് ആഴത്തിൽ ബോധ്യമുള്ളൊരു വ്യക്തി
അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഒന്നിനെ ഭയപ്പെടരുത്. ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. ധൈര്യസമേതം മുന്നോട്ട് 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 പോവുക. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരും. നമുക്കറിയാം, നമ്മുടെ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഓരോ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങൾ എത്ര വലുതാണ്. അവരുടെ പ്രാർത്ഥനയുടെ മഹത്വം കൊണ്ടാണോ? അല്ല. അവരുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഗുണം കൊണ്ടാണോ? അല്ല. ദൈവത്തിന്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രം അത്ഭുതങ്ങളെ പ്രാപിച്ചവരാണ് നമ്മുടെ ദൈവവചനത്തിൽ കാണുന്ന എല്ലാ വിശുദ്ധന്മാരും. അവർക്ക് ആർക്കും എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റീസ് ഒന്നും പറയാനില്ല. അബ്രഹാം മുതൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആരിലും അങ്ങനെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഒന്നും പറയാനില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം സംശയിക്കുന്ന പോലെ തന്നെ അബ്രഹാം കർത്താവിനെ സംശയിച്ചത്. നമുക്കറിയാം, യാക്കോബ് ഉബായിയായിരുന്നു. ഇസഹാക്ക് അബ്രഹാം പറഞ്ഞ പോലെ തന്നെ നോണ പറഞ്ഞ വ്യക്തിയാണ്. യോസഫിന്റെ ജീവിതത്തില് തെറ്റുകളൊന്നും നമുക്ക് കാണാനില്ല. എങ്കിലും വിശുദ്ധനായിരുന്നു എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥനാ പാഠമോ ഒന്നും നമുക്കവിടെ കാണാനില്ല. മോശ കർത്താവിനോട് തർക്കിക്കുന്ന ആളാണ്, ദേഷ്യപ്പെടുന്ന ആളാണ്, കൊലപാതകിയാണ്. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, തെറ്റുകൾ ധാരാളം ചെയ്തിട്ടുള്ള ആളാണ് ദാവീദ്. ധാരാളം എന്ന് പറയുമ്പോൾ ഒരാളെ കൊല ചെയ്തു, ധാർമ്മികമായ തെറ്റായ കാര്യങ്ങൾ ദാവീദ് ചെയ്തു. അവരവരുടെ ജീവിതത്തിൽ അവരവരുടേതായ കുറവുകളും ന്യൂനതകളും അവർ കൊള്ളപ്പോൾ തന്നെ കർത്താവിന്റെ വിശ്വസ്തതയാണ് വിശുദ്ധന്മാർ ഓരോരുത്തരെയും മാനിച്ചത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും കണക്കിടാതെ അനുഗ്രഹിക്കാൻ ദൈവം ശക്തി. നമ്മുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ലോകത്തിൽ പലരും ജീവിതത്തില് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മനോഭാവത്തോടെ ജീവിക്കുമ്പോൾ, ഇല്ല, നിങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മനോഭാവത്തിൽ ജീവിക്കേണ്ടവരല്ല, ജയിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് കാണാമെന്നുള്ള ബോധ്യത്തിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോഴത്തെ പരാജയങ്ങളോ ഇപ്പോഴത്തെ വെല്ലുവിളികളോ ഞാൻ കാര്യമാക്കുന്നില്ല. ജയിക്കുമ്പോൾ അവിടെ വെച്ച് കാണാം, ജയിക്കും എന്ന ബോധ്യത്തിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഇവിടെ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന രൂപാന്തരമാണ്, ഉള്ളിലുണ്ടാകുന്ന മാറ്റം. ഇപ്പൊ വിശ്വസിക്കുക, ഒന്ന് ഉറച്ചു വിശ്വസിച്ചേ. നിങ്ങൾ ആ ഭയപ്പെടുന്ന വിഷയമില്ല, ഭയപ്പെടുന്ന വ്യക്തിയില്ല, ഒരു തിന്മയും നിങ്ങളുടെ മേൽ ഭവിക്കത്തില്ല. നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം നെവർ, അത് ഒരു നാളും സംഭവിക്കത്തില്ല. ആ ബോധ്യത്തോടെ നിന്നെ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളും ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമുക്കിവിടെ കർത്താവ് തുടർന്ന് നിക്കോദീമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ തുടർന്ന് കർത്താവ് പറഞ്ഞു വരുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 3:16 എങ്ങനെയാണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അപ്പൊ അവിടെ വീണ്ടും ജനനം സംഭവിക്കുക. എങ്ങനെയാണ്? നിത്യജീവൻ പ്രാപിക്കുന്നു. ആരാണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ വീണ്ടും ജനനം പ്രാപിക്കും. ഇപ്പൊ വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നശിച്ചു പോകാത്ത അവസ്ഥയിലേക്കാകുക. അതായത് അവൻ ജീവനെ പ്രാപിക്കുന്നു. യേശുവിനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനെ പ്രാപിക്കുന്നു, വീണ്ടും ജനനത്തിന് അവകാശിയായി തീരും. അപ്പൊ വീണ്ടും ജനനത്തെ കുറിച്ച് വീണ്ടും തുടർന്നവിടെ നമുക്ക് അവിടെ അതിന്റെ 18-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ജോൺ ചാപ്റ്റർ 3:18. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കാത്തത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ പുത്രന്റെ നാമം യേശു ക്രിസ്തു. നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തുവിനെ ആ നാമത്തെ വ്യക്തിയായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു എന്ന് പറയുന്നത് മനുഷ്യപുത്രനെ കുറിക്കുന്നു, ക്രിസ്തു എന്നത് ദൈവപുത്രനെ കുറിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന പദപ്രയോഗമുള്ളിടത്തെല്ലാം ദൈവപുത്രൻ എന്ന വിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപുത്രനായ യേശു, ദൈവപുത്രനായ ക്രിസ്തു. അതായത് യേശുവാകുന്ന മനുഷ്യപുത്രനിൽ വസിച്ച ദൈവപുത്രന്റെ ആത്മാവാണ് ക്രൈസ്റ്റ്, ക്രിസ്തു.
ഇപ്പൊ യേശുവിൽ വസിച്ച ദൈവപുത്രനെ, ദൈവത്തിന്റെ ആത്മാവിനെ ചുമക്കുന്ന യേശു ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണിച്ചു തന്ന ദൈവം കാണിച്ചു തന്ന വലിയ അടയാളം എന്ന് പറയുന്നത്, ആമേൻ, മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ മനുഷ്യനിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഈ സത്യമാണ്, ഈ രഹസ്യമാണ്, ആമേൻ, ഈ ഒരു വെളിപ്പാടാണ് യേശു ക്രിസ്തുവിലൂടെ നാം പ്രാപിക്കേണ്ടത്. മറ്റ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളോട് ചേർന്ന് മനുഷ്യൻ ചെയ്യുന്ന സകല കാര്യങ്ങളും ഈ ഒരു തിരിച്ചറിവിൽ എത്തുന്നില്ലെങ്കിൽ അതെല്ലാം ഇൻവാലിഡ് ആണ്, അതിനൊന്നും മൂല്യമില്ല. അപ്പൊ നിങ്ങൾ അറിയണം, യേശുവിൽ വസിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത് തന്നെയാണ് റോമാലേഖനം 8:11 പറയുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിന്റെ ഈ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്ദ ശരീരങ്ങളെ ജീവിപ്പിക്കും. നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട കാര്യം, യേശുവിൽ വസിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുക. അവിടെയാണ് നമ്മുടെ ധൈര്യം, അതായത് നമ്മൾ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രായമായി കഴിയുമ്പോൾ കോൺഫിഡൻസ് ഒക്കെ കുറയും, പ്രായമായി കഴിയുമ്പോൾ ആരോഗ്യമൊക്കെ കുറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളത് തിരുത്തി പറയും. നിങ്ങളുടെ പ്രായമാകും തോറും എത്രത്തോളം ക്രിസ്തുവിന്റെ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുന്നു, അത്രത്തോളം നിങ്ങൾ ആരോഗ്യവാന്മാരായി മാറും, അത്രത്തോളം നിങ്ങൾ ബലവാന്മാരായി തീരും, അത്രത്തോളം നിങ്ങൾ ശക്തന്മാരായി തീരും. അപ്പോൾ നിങ്ങളുടെ ശക്തിയുടെ അടയാളം, ഉറവിടം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ സകല മിശ്രിയും അടങ്ങിയിരിക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്. അതായത് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. ഞാൻ ജനിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണ്, അത് ശാരീരികമായി നടന്ന ഒരു പ്രക്രിയ. എന്നാൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നടക്കുന്ന, തിരിച്ചറിവിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് എന്നിൽ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട്, ഞാൻ എന്റെ ചിന്ത കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ജീസസ് died over the cross for me. യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, എന്റെ നീതിക്കായിട്ട് യേശു ക്രിസ്തു ഉയർത്തെന്നിട്ട് ഇന്ന് ജീവിക്കുന്നു. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ച യേശു ഇന്നും ഉയർത്തെന്നിട്ട് എനിക്ക് എന്റെ നീതിക്കായി ജീവിക്കുന്നുവെന്ന് ഒരുവന്റെ ഉള്ളിൽ വരുന്ന ആഴമേറിയ ബോധ്യം, ആ ബോധ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ് വീണ്ടും ജനനം. അപ്പൊ വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, വീണ്ടും ജനനത്തിന്റെ അടയാളം എന്ന് പറയുന്നത് പുറമേയുള്ള പ്രകടനങ്ങളല്ല. എന്നാൽ പുറമേ പ്രകടനങ്ങൾ തെറ്റൊന്നുമില്ല, പക്ഷെ അതിന്റെ അടിസ്ഥാനം, അതിന്റെ യഥാർത്ഥ ഫോഴ്സ് എന്ന് പറയുന്നത് അകത്ത് നാം അനുഭവിക്കുന്ന ദൈവകൃപ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഏത് ചുറ്റുപാടുകളുള്ളവരാണെങ്കിലും നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങൾക്കൊരു ബോധ്യം തരിക, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തിൽ ജനിച്ചവരാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നിങ്ങളെ ഒരു സാഹചര്യത്തിനും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരണം. ഈ തിരിച്ചറിവിൽ വേണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ എടുക്കാനായിട്ട്. ഈ തിരിച്ചറിവിൽ വേണം നിങ്ങൾ വാഴാൻ. ഈ തിരിച്ചറിവിൽ വേണം നിങ്ങൾ ജീവിക്കാനായിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ആ തിരിച്ചറിവിന്റെ യഥാർത്ഥ ഫലമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഈ ഒരു ബോധ്യം നിങ്ങളെ വാഴട്ടെ. ഐ ആം ബോൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന് ജനിച്ചവനാണ്. ഐ എം ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെയാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും കണ്ട് നിങ്ങൾ തലകുതിച്ച്
തളർന്ന് പരാജയപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കാനുള്ളവരല്ല. ജയമായി 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 ജീവിക്കാനുള്ള ഒരു വിളി നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകാതെ ഓരോ ചുവടുകളിൽ മുന്നോട്ടൊന്ന് നോക്കി, മുന്നോട്ടൊന്ന് കുതിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ അസാധാരണ ദൈവപ്രവർത്തിയുടെ സീസൺ ആരംഭിക്കുക. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കുക. ഞാൻ പരാജയപ്പെടത്തില്ല, ഞാനൊരു തോൽവിയല്ല. ഹല്ലേലൂയ. ഞാനൊരു തകർച്ചയുടെ കഥയല്ല, ഞാൻ ജയാളിയാണ്. ആ ബോധ്യത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവ് വളരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവർത്തികൾ സംഭവിക്കാം. വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ തന്ന വീണ്ടും ജനനത്തിന്റെ ബോധ്യത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തർക്കായി സ്തോത്രം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവകൃപയുടെ ഒഴുക്ക് അവർ അനുഭവിക്കട്ടെ. ജീവിതത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണെന്നുള്ള അസാധാരണമായ ബോധ്യത്തോടെ ഹല്ലേലൂയ എല്ലാ പ്രതികൂലങ്ങളെയും തകർത്തു മുന്നോട്ട് പോകാൻ, ജയാളികളായിട്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. അവരുടെ മുമ്പിൽ നിൽക്കുന്ന സകല പ്രശ്നങ്ങളും ആമേൻ അവരുടെ അകത്തു വസിക്കുന്ന അഭിഷേകത്താൽ അവരതിനെ തരണം ചെയ്യാനുള്ള കൃപ അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് അതേ വിഷയത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനുള്ള കൃപ അവരുടെ മേൽ പകരണം. ഇന്ന് ആ വ്യക്തികളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, അതിന്റെ മുമ്പിൽ കർത്താവെ തലകുനിച്ച് അടിമയായി വാഴാനല്ല, ജയാളികളായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലേക്ക് അവർ ഫോക്കസ് ചെയ്യട്ടെ, അവരിൽ വസിക്കുന്ന ക്രിസ്തുവിലേക്ക് അവർ ഫോക്കസ് ചെയ്യട്ടെ. ജയകരമായി മുന്നോട്ട് പോകാൻ യേശുവിന്റെ നാമത്തിൽ രോഗമല്ല, ശാപമല്ല, നിരാശയല്ല അവരെ വാഴേണ്ടത്. കർത്താവിന്റെ കൃപയിൽ അവർ ഓരോ ചുവടുകളും മുന്നോട്ട് വെപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ്. നിങ്ങൾ തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരും. അനുഗ്രഹമാണ്. യെസ്, ആ ഒരു തിരിച്ചറിവിൽ വാഴുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും സൗജന്യമായിട്ട് ലഭിക്കും. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും എന്നൊരു സംശയം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തി ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, അതെ, ക്രിസ്തു ജീവിക്കുന്നതിന് അടയാളമായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ. കർത്താവിന്റെ സകല അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വാഴുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. God bless you. Amen.